നമ്മുടെ കേരള ബാങ്കിലെ പ്രിയപ്പെട്ട നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ കാപ്പി കുടിക്കാൻ വന്നിട്ടുണ്ട്. അവർക്ക് ഞാൻ ചായ കൊടുക്കാൻ പോവാണ്. അവരോട് അഭിപ്രായങ്ങളെല്ലാം ചോദിക്കാം, അവരെന്ത് പറയുന്നു എന്നനുസരിച്ച്. വർഷങ്ങളായിട്ട് നമ്മുടെ രഘുവേട്ടൻ്റെ കടയിൽ നിന്ന് കഴിക്കുന്നതാണ്. നല്ല ഫുഡാണ്. നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ ഒരു ഹോംലി ഫീലാണ്. ഏതായാലും എല്ലാ ആശംസകളും കഴിക്കുന്നു. ഇത് നമ്മുടെ പുതിയ സാറാണ്. പുതിയ സാർ കുറച്ച് നാളായുള്ളൂ വന്നിട്ട്, പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. 7-8 മാസത്തോളമായി സാർ ഇവിടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വലിയ ഫ്ലക്സ് ഒക്കെ കണ്ടു, എന്താണെന്ന് അറിയില്ല. പിന്നീടാണ് യൂട്യൂബ് ചാനലിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ ബാങ്കുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ബിസിനസ് സ്ഥാപനം എന്ന നിലയ്ക്ക് ആണെന്ന്. അപ്പോൾ മുനിയർ പറഞ്ഞ പോലെ ഹോംലി ഫുഡാണ്. മാത്രമല്ല ഇവിടുത്തെ വ്യത്യസ്തമായ അച്ചാറുകളും ഞാൻ ചിലപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. സന്തോഷം. പിന്നെ കേരള ബാങ്കിന്റെ ഫിനാൻസും കൂടി ഇതിനകത്തുണ്ട്. നമ്മുടെ നല്ലൊരു കസ്റ്റമർ കൂടിയിട്ടാണ്. എല്ലാവരും ഇതേപോലെ ലോണുകൾ എടുത്ത് പ്രയോജനപ്പെടുത്താം. ഇത് നമ്മുടെ ഇവിടുത്തെ കോടതിയിലെ വക്കീലാണ്. നമ്മുടെ സ്ഥിരം വരുന്നതാണ്. സ്ഥിരമായിട്ട് ഇഡ്ഡലി കഴിക്കാൻ വരുന്ന ആളാണ്. ഞാൻ മിക്കവാറും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കഴിക്കാറുണ്ട്. ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിലുള്ള ഒരു നാടൻ ഫുഡാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന ആകർഷണം. അതുപോലെ എല്ലാ ഐറ്റംസ് ആണെങ്കിലും ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കുന്ന കാര്യത്തിലാണ്. ഇടയ്ക്ക് ഞാൻ ഊണ് കഴിക്കാറുണ്ട്. അതിലെ കറികളും എല്ലാം വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താണ് വരുന്നത്. വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഫുഡാണ്. സ്വദേശി നാടൻ ഭക്ഷണശാലയിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതുണ്ടോ, രാവിലെ വന്നു, രാവിലെ നേരം വെളുത്തുള്ളൂ കേട്ടോ, രാവിലെ തന്നെ വന്നു വന്നിട്ടോ. ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ. നമ്മൾ ഇഡ്ഡലിയൊക്കെ വെന്തു. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇഡ്ഡലി വെന്തു കേട്ടോ. അപ്പം നമുക്ക് പേപ്പർ ദോശ കേട്ടോ. അതുകൊണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല പേപ്പർ കനത്തിച്ച് ഇട്ടിട്ട് മസാല ദോശയുടെ പരുവത്തിലുണ്ടാക്കി വയ്ക്കുന്ന നല്ല പേപ്പർ ദോശ. നല്ല മുരിച്ചെടുത്ത് ഇതാട്ടോ ഏറ്റവും നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് ഇതാണ്. ആൾക്കാരൊക്കെ കൂടി കഴിക്കാൻ വരും. സാധാരണ കട്ടി ദോശയേക്കാളും ഭയങ്കര ഡിമാൻഡാട്ടോ ഈ പേപ്പർ ദോശയ്ക്ക്. നന്നായിട്ട് മുരിച്ചെടുക്കണമെന്ന് മാത്രം. പാവൊക്കെ കുഴച്ച് വെച്ചിട്ട് രാവിലെ വന്ന് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടുണ്ടാക്കുന്ന നല്ല അപ്പമാണ്. അതിനും ഭയങ്കര ഡിമാൻഡ് കേട്ടോ. അതന്നെ രാവിലെ വന്നെല്ലാം ചുട്ട് വയ്ക്കുന്നതേ ഉള്ളേ. അപ്പോൾ ഒഴിച്ചു നല്ല നമ്മളെ ഹോൾസൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. നമുക്ക് മൂടി വയ്ക്കാം. ഇതുണ്ട് രാവിലെ സാമ്പാറായി. ഇത് കടലക്കറിയായി. എല്ലാ കറികളൊക്കെ ഓടിച്ചിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പുട്ടുണ്ട്, പൂരിയുണ്ട്, ഇടിയപ്പമുണ്ട്, ഓരോ കൂട്ടമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടെങ്കിൽ രാവിലെ തന്നെ ഓടി വരണം കേട്ടോ. നമുക്കിന്നെല്ലാം അടിപൊളി ആയിട്ട് നമുക്ക് നാടൻ ഭക്ഷണം കഴിക്കാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്വദേശിയിലെ പപ്പായുടെ സ്പെഷ്യൽ ചായയൊക്കെ ഉണ്ട് കേട്ടോ. അതും കൂടി നമുക്ക് കുടിച്ചിട്ട് ആ ചായ എങ്ങനെ എടുക്കണമെന്ന് പപ്പായും നമുക്ക് കുടിച്ചു കൊണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് രാവിലെ തന്നെ കട തുറന്നു. രാവിലെ കട തുറന്ന് ഞാൻ വരുന്ന വഴി സാധാരണ ചെയ്യുന്ന നല്ലൊരു ചായ എടുക്കും. അത് ആദ്യം പെണ്ണുമ്പിള്ളേക്ക് കൊടുത്തിട്ടാണ് ഞാൻ തുടങ്ങാറുള്ളൂ. ഇതെങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ ചായ എടുക്കാൻ പോവാണ്. ഇതുണ്ട്, നല്ല പുതിയ ഗ്ലാസ്സിലൊക്കെയാണ് നമ്മൾ ചായ എടുക്കണേ. കപ്പിനകത്താണ് ഇപ്പോൾ എല്ലാവർക്കും ചായ എടുക്കണേ. അതുകൊണ്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ചായ കുടിക്കാൻ. ഇതാണ് നമ്മുടെ ഏറ്റവും സൂപ്പർ ചായ. ആവശ്യത്തിന് കടുപ്പവും ആവശ്യത്തിന് മധുരവും എല്ലാം ഉണ്ട്. വാ, ഇന്ന് ആദ്യത്തെ ചായ കൊടുത്ത് പരീക്ഷിക്കുവാണ്. ചേട്ടൻ രാവിലെ എന്നും വരുമ്പോൾ ചായ എടുക്കൽ ചേട്ടൻ്റെ പണിയാട്ടോ. ഞാൻ ചായ എടുത്താൽ അത്രയും ഒക്കില്ലെന്നാണ് എല്ലാവരും പറയണേ. അപ്പോൾ ചേട്ടൻ രാവിലെ വന്ന് ഞാൻ ഇവിടെ വെക്കണമെങ്കിൽ ആൾക്കാർ ചായ കുടിക്കാതെ പോകുന്നൊക്കെ ഞാൻ എല്ലാവരോടും തന്നെ തമാശയായിട്ട് പറയാറുണ്ട്. അപ്പോൾ ചേട്ടൻ ചായ എടുക്കുക ചേട്ടനുണ്ടോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും വരും. ഇപ്പോൾ ചേട്ടൻ ചായ എടുത്ത് തന്ന് നല്ല അടിപൊളി ചായയാണ്.
നമുക്കൊന്ന് കുടിച്ച് നോക്കാവേ. ഞാൻ തന്നെ കുടിച്ചിട്ട് എന്നെ പരീക്ഷിച്ചിട്ടാ നാട്ടുകാർക്ക് കൊടുക്കുള്ളൂ എന്നൊക്കെയാണ് രാവിലെ പറയണത്. അടിപൊളി ചായ കേട്ടോ. അപ്പം എല്ലാവരും ചായ ചെയ്തുണ്ടോ, നല്ല കപ്പിനകത്തൊക്കെ നല്ല അടിപൊളി ചായ, എല്ലാവരും കുടിക്കാൻ ഓടിപ്പോരെ. അപ്പം ഞങ്ങളുടെ സ്വദേശിയിലെ പപ്പ എടുക്കുന്ന ചായ നല്ല അടിപൊളിയാന്ന് പറഞ്ഞില്ലേ. സ്വദേശിയിലെ പപ്പയുടെ ചായ അന്വേഷിച്ചാട്ടോ ഇവിടെ എല്ലാവരും തന്നെ ഒരുപാട് പേര് ചായയിൽ ഭയങ്കര മാസ്റ്റർ പീസാണ് പുള്ളി. നല്ല അടിപൊളിയായിട്ട് നല്ല ചായ എടുത്തു തരും കേട്ടോ. എപ്പോഴും ഒരു കടയെ മനോഹരമാക്കുന്നത്, ഒരു സാധാരണ ഒരു ഭക്ഷണശാലയിൽ അവിടെ കടയെ മനോഹരമാക്കുന്നത് അവിടുത്തെ ചായ തന്നെയാണ്. അപ്പം നമ്മുടെ സ്വദേശിയിലെ ചായയും വിമലാമ്മയുടെ സ്പെഷ്യൽ രുചിക്കൂട്ടിലുണ്ടാക്കിയ ഇഡലിയും ദോശയും പൂരിയും പുട്ടും അപ്പം ഇഡലി ഗോതമ്പൂട്ട്, അതുപോലെ തനി നാടൻ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു 10 വർഷം മുമ്പൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭക്ഷണ സാധനങ്ങൾ ഇപ്പം അതൊക്കെ ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്ത് ഒരു 10-20 കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരിടത്തും തന്നെ ഇഡലിയൊന്നും ആരും തന്നെ വിൽക്കുന്നില്ല കേട്ടോ. കടകളിൽ ഇഡലിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്വദേശി നാടൻ ഭക്ഷണശാലയിൽ മാത്രമാണ് ഇഡലിയൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ കടയെന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ചെറുതോണി വഞ്ചിക്കവല റോഡ് മെയിൻ റോഡ് സൈഡ് തന്നെയാണ്. സ്വദേശി പിക്കിൾ വേൾഡ് എന്നാണ് കടയുടെ മെയിനായിട്ടുള്ള പേര്. എന്നാന്ന് പറഞ്ഞാൽ 100-ലധികം വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളും തനി നാടൻ ഭക്ഷണങ്ങളുമാണ് ഞങ്ങളിവിടെ വിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടില്ല, എല്ലാവരും നമ്മുടെ കടയിൽ നാടൻ ഇഡലിയോ ദോശയോ പുട്ടൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം നമ്മുടെ കടയിലേക്ക് വരും. നല്ല പേപ്പർ ദോശയൊക്കെയാണ് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ രാവിലെ ഇച്ചിരി കഴിയുമ്പോൾ തന്നെ നല്ല തിരക്കാവും. നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ എടുത്തിടണമെന്ന് ആഗ്രഹിച്ച് കടയിൽ വരും. രാവിലെ തന്നെ നല്ല തിരക്കായി പോകട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ നമുക്ക് ഇടാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം നല്ല ഉച്ചയ്ക്കാണെങ്കിൽ നല്ല ചോറും കറികളും മത്തങ്ങ അരിശ്ശേരി മുതൽ ചക്കക്കുരു മാങ്ങ അതുപോലെയുള്ള നമ്മൾ പഴയ രീതിയിലുള്ള കഴിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ഫുഡ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മുടെ കടയിലേക്ക് വരും കേട്ടോ. ചെറുതോണി വഞ്ചിക്കവല റോഡ് മറക്കണ്ട. സ്വദേശി പിക്കിൾ വേൾഡും തനിനാട് ഭക്ഷണശാലയും. ഇതുണ്ടോ, വളരെ ഇതുണ്ടോ, നല്ല സ്പോഞ്ച് പോലെയുള്ള ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ വിമലാമ്മയുടെ രുചിക്കൂട്ടെന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാട്ടോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഇഡ്ഡലി മാത്രം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള റെസിപ്പിയൊക്കെ നമ്മുടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതുണ്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല അടിപൊളി അപ്പമാണ്. നല്ല നമ്മളെല്ലാവരും തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തേങ്ങ ചിരണ്ടിയായിട്ട് ഇടുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള അപ്പം കേട്ടോ. പുറത്ത് വയ്ക്കുമ്പോൾ നമ്മൾ അപ്പം യൂണിറ്റൊക്കെ ആയിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം. ഇതുണ്ടോ, നിറച്ച് തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ കടയിൽ ചുടുമ്പോഴൊക്കെ ഇങ്ങനെ കൊടുത്താൽ ഒത്തിരി നല്ലതാണ്. ഇതുണ്ടോ, നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള നല്ല പേപ്പർ ദോശയും ഇഡ്ഡലി അപ്പം എല്ലാം നമുക്ക് ഇടിയപ്പം എല്ലാം നമുക്ക് 12 രൂപ മാത്രം കേട്ടോ നമ്മൾ ചാർജ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി സാമ്പാറുണ്ട്. ഇതുണ്ടോ, അടുത്തായിട്ട് നല്ല തേങ്ങ അരച്ച നല്ല ചമ്മന്തി കേട്ടോ. കടലയൊന്നും കൂട്ടി അരയ്ക്കുന്നതല്ല, നമ്മുടെ അമ്മച്ചിമാർ അരച്ചുകൊണ്ടിരുന്ന അതേ ടേസ്റ്റിൽ നല്ല ചമ്മന്തി. തേങ്ങയ്ക്ക് വില കൂടുതലാണെങ്കിലും ഞങ്ങൾ ചമ്മന്തി ഒന്നും നിർത്തിയില്ല കേട്ടോ. ചമ്മന്തിയൊക്കെ എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ സാമ്പാറും ചമ്മന്തിയൊക്കെ കൂടി ഒഴിച്ച് ഇഡ്ഡലിയും ദോശയൊക്കെ തിന്നുന്ന കേട്ടോ നല്ല അടിപൊളി. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല അടിപൊളി പുട്ടും കടല കേട്ടോ. പുട്ടും കടലയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളതാണ്. അപ്പോൾ പുട്ടും കടലയും എല്ലാ സാധനങ്ങളും നമ്മുടെ കടയിലുണ്ട്, സ്വദേശിയിലുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും നമ്മുടെ കടയിൽ വരണേ.